വിപിൻ സി വിജയനും റാഫി കരീമും വിവരങ്ങളുമായി നിലമ്പൂരിൽ നിന്ന് ചേരുന്നുണ്ട്. ആദ്യം വിപിൻ സി വിജയനിലേക്കാണ്. വിപിൻ, ഈ UDF സ്ഥാനാർത്ഥിക്കെതിരെ PV അൻവർ നടത്തിയ അധിക്ഷേപം, ഈ തുടർച്ചയായി നടത്തിയ പ്രതികരണങ്ങൾ, ഇതൊക്കെ മുമ്പിലുണ്ട്. UDF നേതൃത്വം ഒരു കടുത്ത നിലപാടിൽ തന്നെയാണ്. അതൊക്കെ തിരുത്തട്ടെ, അതിനുശേഷം ആലോചിക്കാം എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ LDFിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി വന്നിരിക്കുന്നു. M സ്വരാജിനെയാണ് അവർ കളത്തിലിറക്കാൻ പോകുന്നത്. വലിയൊരു പൊളിറ്റിക്കൽ ഫൈറ്റിന് മണ്ഡലം സാക്ഷിയാകാൻ പോവുകയാണ്. അതിനിടയിൽ ഈ അൻവറിനോട് അല്പം കൂടി മയപ്പെട്ടൊരു സമീപനം UDFിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ വിപിൻ സി? റിജിത്തെ, ഇപ്പോൾ LDFിന്റെ സ്ഥാനാർത്ഥിയായി M സ്വരാജ് തന്നെ എത്തുമ്പോൾ അത് രാഷ്ട്രീയ കളം ചൂട് പിടിപ്പിക്കുമെന്നുള്ളത് തെല്ലും സംശയമില്ല. ആവേശകരമായിട്ടുള്ള ഒരു പോരാട്ടം തന്നെയായിരിക്കും നിലമ്പൂരിൽ നടക്കുക. അപ്പോൾ ഇനി അറിയാനുള്ളത് PV അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കുമോ അതോ UDFിനുമായി സഹകരിക്കുമോ എന്നുള്ളതാണ്. ഇതിലിപ്പോൾ തകൃതിയായ ചർച്ചകൾ നടക്കുന്നു. UDFിന്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഇന്ന് അപ്രതീക്ഷിത ട്വിസ്റ്റാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ഇന്നലെ തൃണമൂൽ കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ PV അൻവർ പറഞ്ഞത് ഇനിയൊരു രഹസ്യ ചർച്ചയ്ക്കില്ല എന്നുള്ളതാണ്. മത്സരിക്കാൻ തയ്യാറായി കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് പറഞ്ഞത്. ഇന്നിപ്പോൾ പ്രവർത്തക സമിതിയിൽ അത് പ്രഖ്യാപിക്കാനിരിക്കുന്നതിന് തൊട്ട് മുൻപാണ് 9 മണിക്ക് വാർത്താ സമ്മേളനം വിളിച്ചിരുന്നത്. അപ്പോൾ ഇന്നലെ രാത്രി ശക്തമായിട്ടുള്ള തകൃതിയായിട്ടുള്ള ഒരു സമവായ ചർച്ചകൾ നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ മതസാമുദായിക നേതാക്കൾ, 3 സമുദായത്തിലും പെട്ട പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ വിളിച്ചിരുന്നു. അവരുടെ അഭ്യർത്ഥന തനിക്ക് കളയാൻ കഴിയുകയില്ല. കാരണം 10,000കണക്കിന് വോട്ടുകളുള്ളവർ വിളിച്ചിട്ടാണ് തന്നോട് ഐക്യദാർഢ്യം പറയുന്നത്. ഒപ്പം തന്നെ ഈ സഹകരണത്തിന് ഇന്ന് വൈകുന്നേരം വരെ കാത്തിരിക്കാൻ പറയുന്നത്. അത് താൻ കേൾക്കുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട PV അൻവർ പറയുന്നത്. VD സതീശനുമായുള്ള ഒരു ചർച്ചയ്ക്ക് വഴിയൊരുങ്ങിയിരിക്കുന്നു. അതിൽ PK കുഞ്ഞാലിക്കുട്ടി ഇടപെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയുന്നത്. പക്ഷേ ഇപ്പോഴും അതിലൊരു പ്രതിസന്ധിയായി നിൽക്കുന്നത് അസോസിയേറ്റ് അംഗമാക്കി നിർത്താം UDFിൻ്റെ എന്നുള്ളതാണ് PV അൻവറിന് മുന്നിൽ വെച്ചൊരു വാദി. എന്നാൽ പൂർണ്ണ ഘടകകക്ഷിയാക്കണം എന്നുള്ളത് PV അൻവറും പറയുന്നു. അങ്ങനെ ആക്കുകയാണെങ്കിൽ തൊട്ടടുത്ത നിമിഷം ആര്യടൻ ഷൗക്കത്തിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവന ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ ആര്യടൻ ഷൗക്കത്തിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്നു. തൊട്ടടുത്ത നിമിഷം ഘടകകക്ഷിയാക്കുക എന്നുള്ളതിലൊക്കെയാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. അത് സജീവമായി തന്നെ നടക്കുന്നു. ഇന്ന് 7 മണിക്കാണ് UDFിൻ്റെ നേതൃയോഗം. അതിനു മുൻപ് ഒരു തീരുമാനമുണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി യോഗം കഴിഞ്ഞിരിക്കുന്നു. എന്ത് തീരുമാനമെടുത്താലും കൂടെ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ PV അൻവറിനെ തൃണമൂൽ കോൺഗ്രസിൻ്റെ എല്ലാ തരത്തിലും PV അൻവറിന് തീരുമാനിക്കാം എന്നുള്ളതിലാണ് ഇന്നത്തെ ഈ യോഗം അവസാനിച്ചിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം ഇപ്പോൾ ഈ കുറച്ച് ദിവസങ്ങളായി തന്നെ നടക്കുന്ന ഈ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും. റിജിത്ത്, ശരി, വിപിൻ സി വിജയൻ വിവരങ്ങൾ നൽകുകയായിരുന്നു നിലമ്പൂരിൽ നിന്ന്.